എന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ADGP MR അജിത് കുമാറിനെ ന്യായീകരിച്ച് സ്പീക്കർ AN ഷംസീർ രംഗത്തെത്തി. MR അജിത് കുമാർ RSS നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്നാണ് ഷംസീർ പറഞ്ഞത്. RSS രാജ്യത്തെ പ്രധാന സംഘടനയാണ്. ആ സംഘടനയുടെ നേതാക്കളെ വ്യക്തിപരമായി കണ്ടതിൽ തെറ്റില്ല. മന്ത്രിമാരുടെ ഫോൺ ADGP ചോർത്തിയെന്ന അൻവറിന്റെ ആരോപണം അഭ്യൂഹം മാത്രമാണെന്നും സ്പീക്കർ പറഞ്ഞു. അല്ല, വ്യക്തികൾ ഇപ്പോൾ കാണുന്നതിൽ വലിയ തെറ്റൊന്നുമല്ലല്ലോ. ഒരു ഉയർന്ന പോലീസ് ഓഫീസർ ഒരു RSS നേതാവിനെ കാണുന്നു. അദ്ദേഹം തന്നെ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ അതിനകത്തൊന്നും വലിയ ഗൗരവമായി കാണേണ്ട കാര്യമൊന്നുമില്ല. അതെ, അതിനകത്തൊരു വലിയ ഗൗരവമായി കണ്ട RSS ഇന്ത്യയിൽ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ്. ആ സംഘടനയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ആളുകളെ കണ്ടു. അതിനകത്ത് വലിയ അപാകതയെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ അഭ്യൂഹങ്ങൾ മാത്രമാണ്. അഭ്യൂഹങ്ങൾ വെച്ച് പ്രതികരിക്കാൻ സാധിക്കുന്നതല്ല. ഇവിടെ അത്തരം ഒരു സംവിധാനത്തിന് സംസ്ഥാന സർക്കാർ മുഴുവൻ ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് MLA-മാരുടെയും മന്ത്രിമാരുടെയൊക്കെ യൂഹാപോഹങ്ങൾ കേട്ട് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. ശരത് SS നൽകും കോഴിക്കോട് നിന്ന് വിവരങ്ങൾ. ശരത്ത്, MV ഗോവിന്ദൻ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ തനിക്ക് അതൃപ്തിയുണ്ടെന്ന് വ്യക്തമാക്കിയതാണ്. CPIM-ന് അതൃപ്തിയുണ്ട് ADGP RSS നേതാക്കളെ കണ്ടതിൽ. പക്ഷേ സ്പീക്കറുടെ നിലപാട് വ്യത്യസ്തമാണല്ലോ. വിനീത സൂചിപ്പിച്ചതുപോലെ CPM വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സ്പീക്കറുടെ നിലപാട്, അതായത് ADGPയെ സംരക്ഷിക്കുന്ന ഒരു നിലപാട്, അല്ലെങ്കിൽ ADGPയെ ന്യായീകരിക്കുന്ന ഒരു നിലപാട് ഇപ്പോൾ സ്പീക്കർ AM ഷംസീർ പറയുന്നത്. അതായത് RSS ADGP കൂടിക്കാഴ്ച അത് തെറ്റില്ല എന്നുള്ളതാണ് സ്പീക്കർ ഷംസീർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ, അതായത് ഈ ഒരു കൂടിക്കാഴ്ച വ്യക്തിപരമാണ്, അതുകൊണ്ട് തന്നെ തെറ്റില്ല. മാത്രമല്ല, അദ്ദേഹം ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയത്. അത് ഗൗരവമായി ണ്ടതില്ല എന്നും അദ്ദേഹം സ്പീക്കർ പറഞ്ഞു. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, RSS രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്. അതുകൊണ്ട് തന്നെ അത്തരം RSS ഉള്ള നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതിലും തെറ്റില്ല, അതല്ലെങ്കിൽ അതൊരു അപാകതയില്ല എന്നുള്ളതാണ് സ്പീക്കർ പറയുന്നത്. നമുക്കറിയാം, ഒരു ഭാഗത്ത് ഇത്തരത്തിൽ CPM ഉള്ള പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ RSS-നെ ഒരു പ്രത്യയശാസ്ത്ര ശത്രു എന്ന രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ RSS രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട സംഘടനയാണ് എന്നുള്ളത് ഇപ്പോൾ ഷംസീർ പറയുന്നത്. ഒപ്പം ഈ ഒരു കൂടിക്കാഴ്ചയിൽ തെറ്റില്ല എന്ന രീതിയിലുള്ളൊരു പ്രതികരണവും ഷംസീറിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കഴിഞ്ഞ ദിവസം LDF-ന് കൺവീനർ TP രാമകൃഷ്ണൻ ഉൾപ്പെടെ ഇക്കാര്യം അന്വേഷിച്ച് അതിന് റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. ആ രീതിയിൽ CPM ഈ വിഷയത്തിൽ വലിയ പ്രതിരോധത്തിലായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ADGPക്ക് ഈ ഒരു കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്ന നിലപാടുമായി ഇപ്പോൾ ഷംസീർ വന്നിരിക്കുന്നത്. ഒപ്പം മറ്റൊരു കാര്യം, ഈ ഒരു പ്രതികരണത്തിൽ ഷംസീർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, അത് ഇത്തരത്തിൽ PV അൻവർ MLA ഉന്നയിച്ച ഒരു ആരോപണത്തെ പൂർണ്ണമായും തള്ളുന്നതാണ്. അതായത് മന്ത്രിമാരുടെ MLA-മാരുടെ ഉൾപ്പെടെ ഫോൺ കോളുകൾ ചോർത്തുന്നു എന്നുള്ളതായിരുന്നു PV അൻവർ MLA ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം. അതും തള്ളുന്നതാണ്. അതൊരു അഭ്യൂഹം മാത്രമാണ്. അത്തരം ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് കരുതുന്നില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഷംസീർ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ അഭ്യൂഹം വെച്ച് പ്രതികരിക്കാൻ കഴിയില്ലെന്നും ഷംസീർ പറയുന്നു. ആ രീതിയിൽ CPM-നെയും നിലവിൽ ഇതിനകം തന്നെ ADGP RSS കൂടിക്കാഴ്ച CPM-നെ വലിയ പ്രതിരോധത്തിലാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഷംസീറിന്റെ പ്രതികരണം. CPI ദേശീയ നേതൃത്വം തന്നെ അതൃപ്തി പരസ്യമാക്കിയിട്ടുണ്ട്. D രാജയുടെ പ്രതികരണം നമ്മൾ കണ്ടതാണ്. റിപ്പോർട്ട് തേടിയിട്ടുണ്ട് സംസ്ഥാന നേതൃത്വത്തോട്. സംസ്ഥാന നേതൃത്വം ബിനോയ് വിശ്വം നേരത്തെ തന്നെ അവരുടെ അതൃപ്തി പ്രകടമാക്കിയതുമാണ്. അങ്ങനെ LDF-ൽ ഒരു ഭിന്നത നിലനിൽക്കുമ്പോഴാണ് സ്പീക്കർ തന്നെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുന്നത്. മാത്രമല്ല, ശരത്ത് സൂചിപ്പിച്ചതുപോലെ പ്രത്യയശാസ്ത്ര ശത്രുവായി കണക്കാക്കുന്ന RSS-ന്റെ നേതാക്കളെ കണ്ടതിൽ തെറ്റില്ലെന്ന് പറയുകയും RSS ഒരു പ്രധാന സംഘടനയാണെന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നത്. അതുതന്നെയാണ് നേരത്തെ നമുക്കറിയാം, പല ഘട്ടങ്ങളിലും RSS-നെ ഒരു രാഷ്ട്രീയ സംഘടനയായോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ളൊരു സംഘടനയായി ചിത്രീകരിക്കാൻ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പറയാനൊന്നും തന്നെ CPM നേതാക്കൾ മുതിരാറുണ്ടായിരുന്നില്ല. പലപ്പോഴും RSS-നെ ഒരു വർഗീയ സംഘടന എന്ന രീതിയിൽ തന്നെയായിരുന്നു അഭിസംബോധന ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ ADGP-യുമായി കൂടിക്കാഴ്ച നടത്തിയ ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ CPM നേതാക്കൾ ഇതിനൊരു പൂർണ്ണ പ്രതികരണം നടത്തിയിരുന്നില്ലെങ്കിലും പിന്നീട് വന്ന പ്രതികരണങ്ങളൊക്കെ ഇത്തരത്തിൽ ഇതിനെ തള്ളുന്ന അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കാത്തൊരു പ്രതികരണമായിരുന്നു. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഷംസീർ
ഷംസീർ പറയുന്ന പ്രതികരണം നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ പറഞ്ഞതുപോലെ അതൊരു ന്യായീകരിക്കുന്ന പ്രതികരണം തന്നെയാണ്. ഇതിലൊരു കൂടിക്കാഴ്ചയിൽ തെറ്റില്ല. മാത്രമല്ല RSS ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ് എന്ന് പറയുന്നത് കൂടി അതും ഇത്തരത്തിൽ CPMന്റെ നിലപാടിലെ വ്യത്യാസമാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ അവസാനം ഷംസീറിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഷംസീർ ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് RSS തന്നോട് ചെയ്തതും തനിക്ക് RSSനോടുള്ള സമീപനവും ഒക്കെ തന്നെ എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നുള്ളതാണ് ഷംസീർ പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ കൂടുതൽ പ്രതികരണം അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നേരത്തെ അതിന് തൊട്ടുമുൻപ് നടത്തിയ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത് ഈ RSS പ്രധാനപ്പെട്ട സംഘടനയാണ്, രാജ്യത്തെ പ്രധാനപ്പെട്ട സംഘടനയാണ്, RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ അപാകതയില്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഷംസീർ പറയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ സർക്കാർ, അതായത് DGP ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അപാകത ഉണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കാൻ നടപടികളിലേക്ക് നീങ്ങുമോ എന്ന സംശയങ്ങൾക്കിടെയാണ്, അജിത് കുമാറിനെ മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടെയൊക്കെ തന്നെയാണ് ഇപ്പോൾ സ്പീക്കർ AN ഷംസീറിന്റെ പ്രതികരണം വന്നത്. ശരത്താണ് കോഴിക്കോട് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.